ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, നമ്മൾ ചോദ്യങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അല്ലേ? നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല. അത്ര തന്നെ, അതാണ് ഇതിന്റെ ആൻസർ. അപ്പോ നമ്മൾ ചോദിക്കുന്നത് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ ചോദിക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് വരുത്തണം അവർക്ക്. ഒരനുഭവം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയുന്നു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എനിക്ക് അതിനകത്ത് സങ്കടം ഉണ്ടായി, അല്ല പേടി ഉണ്ടായി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് പേടി ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നീ പല സംഗതികളും കണ്ടിട്ടില്ല, അല്ലെ നിങ്ങൾ കണ്ടത് തലതിരിച്ചാണ് കണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ നൂർത്ത് കൊടുക്കാൻ വേണ്ടി ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എനിക്ക് പാമ്പിനെ കണ്ടപ്പോൾ പേടിയായി. പിന്നെ നമ്മൾ ചോദിക്കും, എടാ പാമ്പ് ഇങ്ങനെയാ എഴഞ്ഞെഴിഞ്ഞല്ലായിരുന്നോ പോയത്? അതെ, എഴഞ്ഞെഴിഞ്ഞാ പോയത്. നീ ഇങ്ങോട്ടല്ലേ വന്നത്, അത് അങ്ങോട്ടല്ലേ പോയത്? യെസ്, അങ്ങോട്ടാ പോയത്. അപ്പൊ എന്നിട്ട് നീ പേടിച്ചല്ലേ? ശരിയാ, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അത് അങ്ങോട്ടല്ലേ പോയത്. അവൻ തന്നെയാ പറയുന്നത്. പക്ഷെ ഒരു ലേമന്റെ ഭാഷ പറഞ്ഞ പാമ്പ് അങ്ങനെ പോയാലും നീ എന്തിനടാ പേടിക്കുന്നത്? അതിപ്പോ എനിക്കറിയാവോ എന്തിനാണ്, എനിക്ക് പേടി വന്നു. ഇതാണ് ലേമനും കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ കാര്യങ്ങളെ വിശദീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ തിരിച്ചറിയുന്നു, അപ്പൊ പ്രശ്നം ഇവിടെയാണല്ലോ കിടക്കുന്നത്. അപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മെറ്റാമോഡൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അവന് എല്ലാ കാര്യങ്ങളും ഡിസ്റ്റോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ജനറലൈസ് ചെയ്തൊക്കെയാണ് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പൊ അവനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മെറ്റാമോഡൽ ചോദ്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മളോട് പറയുന്നത് ഡിലീറ്റ് ചെയ്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് ജനറലൈസ് ചെയ്താ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്.